ജനാധിപത്യത്തിന്റെ ഒരു മഹത്വം, ഒരു ഭംഗി എന്നത് കൂടിയാണത്. കാരണം വോട്ടർമാർ എല്ലാവരും തുല്യരാണ്. അവർ എവിടെയുള്ളവരാണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന അത് ഉറപ്പുവരുത്തുന്നു. ആ ഭരണഘടനയുടെ ഉറപ്പുവരുത്തുന്ന അവകാശം സാധാരണക്കാരായ വിഭാഗങ്ങൾ താമസിക്കുന്ന ഉന്നതികളിലേക്ക് 4 ഉന്നതികളിലെ 273 വോട്ടർമാരാണുള്ളത്. വാണിയമ്പുഴയാണെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ വാണിയമ്പുഴയിലെ 4 ഉന്നതികളിലുള്ള വോട്ടർമാർക്ക് ഈ വോട്ടിംഗ് സാമഗ്രികളുമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എത്ര എളുപ്പമല്ല എത്തിച്ചേരാൻ. ഒരു കുത്തിയൊഴുകുന്ന ചാലിയാർ പുഴ കടന്നു വേണം ഇവിടേക്ക് ആളുകൾക്ക്, താമസക്കാർക്ക് എത്താനുള്ളത്. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്കും എത്താൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലധികം സംവിധാനങ്ങൾ, സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ സംവിധാനങ്ങളും ഈ 271 വോട്ടർമാർക്കായി മാറ്റിവെക്കുകയാണ്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് NDRFന്റെ സംഘം ഇവിടെയുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, ഒരു അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാ സംവിധാനങ്ങളുമായി ഇവിടെ വോട്ടർമാർക്ക്, ഈ ഉന്നതികളിലെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയാണ് സർക്കാർ. 271 വോട്ടർമാർ. വാണിയമ്പുഴയിലെ ഇരുട്ടുകുത്തി ഉന്നതി, വാണിയമ്പുഴ, തരിപ്പപൊട്ടി, കുമ്പളപ്പാറ, ഇങ്ങനെ ഇവിടങ്ങളിലാണ് 271 വോട്ടർമാർ ഉള്ളത്. ആ വോട്ടർമാർക്ക് നാളെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാനുള്ള വോട്ടിംഗ് സാമഗ്രികളുമായാണ് EVM മെഷീൻ അടക്കമുള്ള വോട്ടിംഗ് സാമഗ്രികളും പോളിംഗ് ഉദ്യോഗസ്ഥരുമാണ് ഇവിടേക്ക് എത്തുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി അതിലേക്ക് പോയാൽ, കുത്തി ഒലിക്കുന്ന ചാലിയാർ പുഴ, ഈ പുഴ മുറിച്ചു കടന്നാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. ഫയർഫോഴ്സിന്റെ NDRFന്റെ സംഘം ഇവിടെ നേരത്തെ തന്നെ ഈ നിലമ്പൂരിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ നേരത്തെ എത്തിയിരുന്നു. ഒരു NDR സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യും. രാത്രി ഇവിടെ വെളിച്ചത്തിനും മറ്റും ജനറേറ്റർ സംവിധാനവും ഒക്കെ എത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ജനാധിപത്യത്തിന്റെ അവകാശം, ജനാധിപത്യത്തിന്റെ ഉത്സവം അത് ഒരാൾക്ക് പോലും ഒഴിവായി പോകരുത്, അല്ലെങ്കിൽ നഷ്ടപ്പെടരുതെന്ന ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇന്ന് താമസിച്ചാണ് 271 വോട്ടർമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഈ ഒരു കെട്ടിടം, നേരത്തെയുള്ള കെട്ടിടമാണ്, അവിടെയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്.